ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഭൂമി നോക്കുമ്പോഴേക്കും അച്യുതൻ ചുമച്ചപ്പോ വായിന്ന് ചെറിയൊരു ബ്ലഡിന്റെ സ്റ്റെയിൻസ് ആ ഒരു കപത്തിലുണ്ടായിരുന്നു കേട്ടോ. ഭൂമിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവണം. അച്ഛൻ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയാണ്. അച്യുതൻ പറയണ്ടേ മോള് പേടിക്കാനൊന്നുമില്ല, അതിനെ നന്നായിട്ട് ചുമച്ചപ്പോഴേ കപക്കെട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ തൊണ്ട പൊട്ടിയിട്ടായിരിക്കും എന്ന് പറയാണ്. എന്തോ ആയിക്കോട്ടെ, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം നോക്കണേ, കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കാം. എനിക്കെന്തോ പേടിയാവാണ് മോളെ, അത് നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് സമാധാനത്തോടെ പിന്നെ പോവാം, ഇനി അത് പിന്നത്തേക്ക് വെക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ പോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഭൂമിജ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ സംഗീതയും കൂടി ചേർന്നിട്ട് സത്യനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. സത്യനോട് പോയിട്ട് പറയാനായിട്ട് നമ്മുടെ അജയനോട് ഈ ഒരു വിവാഹ കാര്യം സംസാരിക്കാം. അതിന് സത്യം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം സത്യനെ റോൾ മോഡലാക്കി നടക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ അജയ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അവൻ കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തില് മുത്തശ്ശി സത്യനോട് സംസാരിക്കാൻ വേണ്ടി സംഗീതനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ അവര് നേരെ സത്യൻ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. സത്യനാണെങ്കിൽ നമ്മുടെ ഭൂമിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ കുട്ടിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആ കുട്ടിനെ കണ്ടപ്പോ തന്നെ എത്രയോ വർഷം മുമ്പ് കണ്ട പോലത്തെ ഒരു മുഖപരിചയം. എന്റെ മോളിപ്പോ എന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഏകദേശം അവളുടെ പ്രായം ഉണ്ടായാനല്ലേ. സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ ഫേസ് കട്ട് ആ കുട്ടിക്കുണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ് സത്യൻ കേട്ടോ. എന്തായാലും ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, ആ കുട്ടിയുടെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കണം, അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കാണണം. ഏകദേശം എന്റെ മോൾ ഇപ്പൊ ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സത്യനെ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ സംഗീതയും കൂടി വരുന്നുണ്ട്. ഇതാര് അമ്മയും സംഗീതയോ, കേറി വാ എന്ന് പറയാണ്. അല്ല, നിങ്ങൾ സാധാരണ ഇങ്ങോട്ട് വരാറില്ലല്ലോ. വന്നത് എന്തായാലും നന്നായില്ലേടാ, നീ എന്താ ഇവിടെ മദ്യപിച്ചോണ്ടിരിക്കുകയായിരുന്നു? അയ്യോ അമ്മേ, ഞാൻ മദ്യപിച്ചൊന്നുമില്ല, കുപ്പിയെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എന്തോ ഇന്ന് മദ്യപിക്കാൻ തോന്നുന്നില്ല. അതെന്താ അത്ഭുതമാണല്ലോ, നിനക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാ. സാധാരണ രാത്രി ഈ മരുന്ന് കഴിക്കുന്ന പോലെ നിനക്കിത് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരാറില്ലെന്നാണല്ലോ കേട്ടത്. എടാ, നിന്റെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, വല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് വല്ല ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടോ ഈ മദ്യപാനം ഒന്ന് മാറ്റാനായിട്ട്. അമ്മേ, ഞാൻ പലതും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മദ്യപിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇന്നത്തെ ദിവസം മദ്യം കൈ വെച്ച് തൊടാൻ പോലും തോന്നുന്നില്ല. ഈ ബോട്ടിൽ ഓൾറെഡി ഇന്നലെ ഉണ്ടായിരുന്ന ബോട്ടിലാണ് ഇവിടെ, അല്ലാതെ ഞാനിപ്പോ എടുത്ത് വെച്ചേന്നുമല്ല. അതെന്താ നിനക്കിന്ന് മദ്യപിക്കാൻ തോന്നാത്തതിന് കാരണം? നിന്റെ മുഖത്തും ചെറിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സംഗീതം പറഞ്ഞിട്ട്, അതെ ഏട്ടന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. എന്താ ഇത് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം നടന്നോ? ഞാൻ ഇന്ന് അജയനെ കാണാൻ വേണ്ടി നമ്മുടെ സ്റ്റേഷൻ വരെ പോയിരുന്നു. അവന്റെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചായക്കട നടത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയോ? അതെ, പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് തന്നെയാണ്. പോൾ അത് കണ്ട് സി ഏഷ്യൻ എന്നാണ് ആ കുട്ടി. പോലീസ് സ്റ്റേഷന്റെ ഒന്നും ഇല്ലട്ടോ. ആ കുട്ടിയുടെ ചായക്കടയുടെ പേര് അങ്ങനെയാണ്. ചായക്കടയുടെ പെൺകുട്ടിയുടെ പേര് ഭൂമിജ എന്നാണ്. ചായ, പിന്നെ ചെറു പലഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്നെ കണ്ടപ്പോഴേ ഞാനിത് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് ആ കുട്ടി വിചാരിച്ചത്. ശരിയായിരുന്നു, ഞാൻ 22 വർഷം മുമ്പുള്ള ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്, ഒന്ന് അന്വേഷിക്കണമെന്ന് പറയാനായിട്ട്. എന്റെ ഭാര്യയുടെ മോളുടെ കാര്യയെ അവരെയൊക്കെ ആലോചിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പെൺകുട്ടി എന്റെ അടുത്തേക്ക് ഓടി വന്നത്. ഇവളെ കണ്ടപ്പോ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട പോലത്തെ ഒരു ഓർമ്മയാണമ്മേ എന്ന് പറയാണ്. അവളെ കണ്ടപ്പോഴേ മനസ്സിന്റെ സന്തോഷം, എന്ത് നല്ല പെൺകുട്ടിയായിരുന്നു അറിയാവോ. അപ്പൊ അവളെ കുറിച്ച് ഇങ്ങനെ എന്തോ മനസ്സിന്റെ സന്തോഷം പോലെ അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാന്ന്. കൊള്ളാലോ, സാധാരണ നിനക്ക് അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തയാണല്ലോ. അതെ, ഞാനിപ്പോ ആ പെൺകുട്ടിനെ കണ്ടപ്പോഴേ എന്റെ മോളിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അതേ പ്രായമാണല്ലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ എന്റെ വൈഫില്ലേമേ, അവളുടെ ചെറിയൊരു ഫേസ് കട്ടൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്, മൂക്കും കണ്ണൊക്കെ അവളെ പോലെ തന്നെ. നിനക്ക് അങ്ങനെ തോന്നുവാണ് മോനെ? കാരണം നീ പോലീസ് സ്റ്റേഷനിൽ പോയത് നിന്റെ ഭാര്യേനെയും മോളെ കാണാനില്ലെന്ന് പറഞ്ഞ പരാതി കൊടുക്കാനല്ലേ. ആ സമയത്ത് നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. എന്തായാലും അത് ആ കുട്ടി കാണുവാണെങ്കിൽ എന്റെ മോന് വെള്ളം അടിച്ചല്ലോ, അത് സന്തോഷം. പിന്നെ ഞാനിപ്പോ വന്നതേ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയാനായിട്ടാ. എന്ത് കാര്യം അമ്മേ? അതെ, നമ്മുടെ അജയിന്റെ അടുത്ത് നീ ഒന്ന് സംസാരിക്കണം, നമ്മുടെ അഞ്ജനയുടെ കാര്യം. അമ്മേ, ഞാനത് ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവനോട് പറഞ്ഞിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് മറ്റൊരു പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. എടാ, അതൊക്കെ പോയിട്ട് ഇപ്പൊ ഇത്രയോ നാളായില്ലേ. അവൻ ആ പെൺകുട്ടിനെ വിചാരിച്ച് ജീവിക്കാൻ പറ്റുമോ? മാത്രമല്ല അവള് വരൂ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പില്ലല്ലോ അമ്മേ. പക്ഷെ അവന്റെ മനസ്സില് ആ പെൺകുട്ടി അത്രമാത്രം ഇഷ്ടമാണ് അവനിപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവള് വരുമെന്ന് തന്നെയാ വിശ്വാസം. അഥവാ അവള് വന്നു കഴിഞ്ഞാൽ അതൊരു ചതിയാവില്ലേ അമ്മേ? എത്ര വർഷമായിട്ട് അവർ പ്രണയിക്കണതാണ്. എടാ,
പക്ഷേ അഞ്ജന, ഞാനാണെങ്കിൽ വാക്ക് കൊടുത്തു പോയടാ. ഇനിയിപ്പോ നീ ഒന്ന് സംസാരിക്കുക കാര്യമായിട്ട് തന്നെ. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം. നിനക്കറിയാലോ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എന്റെ പേരക്കുട്ടിയുടെ വിവാഹം കണ്ട് കണ്ണടക്കണം എന്റെ ആഗ്രഹം. അമ്മേ, ഞാൻ ഒന്നുകൂടി അവനോട് സംസാരിക്കാൻ കാര്യമായിട്ട്. അത് മതി. പറ്റുമെങ്കിൽ നാളെ തന്നെ നിനക്ക് പോകാൻ പറ്റുമോ? നാളെ തന്നെ പോവാം എന്ന് പറയാണ്. ആ കുട്ടിയുടെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും കുടിക്കാലോ. ഓഹോ, അപ്പൊ ആ പെൺകുട്ടിനെ കാണാൻ വേണ്ടിയാണ് പോണേ അല്ലേ? അയ്യോ അതല്ലമ്മേ, നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അവളുടെ അടുത്ത് ഇരിക്കുമ്പോഴേ മനസ്സിന് വലുതൊരു സന്തോഷമൊക്കെ ഉണ്ട് എന്നൊക്കെയാ പറയാണ്. ശരി ആയിക്കോട്ടെ, എന്തായാലും നീ നാളെ ഒന്ന് പോയി സംസാരിക്കട്ടോ. ശരി അമ്മേ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അജയന്റെ അടുത്ത് മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി സംസാരിക്കുമ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് പഴയതൊന്നും മറക്കാൻ പറ്റുന്നില്ല. അവള് വരും മുത്തശ്ശി എന്ന് പറയാണ്. എടാ, അവള് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷം നീ കാത്തിരിക്കുന്നത്? അവള് വരാണെങ്കിൽ എപ്പോഴേ വന്നാനേ. കോളില്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ നിന്റെ പ്രായം ഇപ്പൊ നിനക്ക് എത്രയെന്ന് അറിയാവോ? 30 ആവാനായി. വിവാഹമൊക്കെ കഴിക്കണ്ടേ? എടാ, പേരക്കുട്ടിയായിട്ട് നീയും അഞ്ജന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. നിങ്ങൾ രണ്ടും ഒന്നിക്കുകയാണെങ്കിൽ അതിനേക്കാളും സന്തോഷം എനിക്കില്ല. നിങ്ങൾക്കൊരു ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ പേരക്കുട്ടിനെ കണ്ട് കണ്ണടക്കണമെന്ന് എന്റെ ആഗ്രഹം. പിന്നെ നിനക്കറിയാലോ, അഞ്ജനയ്ക്ക് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. എല്ലാത്തിനും കാരണം സത്യനാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് അവരുടെ വിഷമവും നമ്മൾ കാണണ്ടേടാ. അതുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഒരൊറ്റ പോക്കാട്ടോ. അജയുടെ മനസ്സിൽ ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടി ആരാന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗീതാഗോവിന്ദത്തിലെ ഗീതു ആണ് കേട്ടോ. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കുറച്ച് പ്രണയരംഗങ്ങളൊക്കെ അജയ് ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം അജയ് ടെൻഷൻ അടിച്ചിട്ടാണ് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അത് അജയ് ആലോചിക്കാട്ടോ. അപ്പൊ അവളിങ്ങനെ അജയന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കണം. അപ്പൊ അജയ്ക്ക് പേടിയാവാട്ടോ. കാരണം ഇവള് പ്രണയം നിരസിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന രീതിയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതെ, നീ എന്താണ് ഇത്രയും നാള് വൈകിയതെന്നാ ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു നീ എന്നെ ഇഷ്ടമാണെന്ന് കുറെ നാൾ മുമ്പ് പറയുമെന്ന്. എനിക്കറിയായിരുന്നടാ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ റോസാപ്പൂ വാങ്ങിച്ചിട്ട് ഐ ലവ് യു ടു അജയ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അജയനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ ഇവർ കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പല പ്രണയരംഗങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭൂമിനെയാണ്. ഭൂമി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഡോക്ടർ ഭൂമിയുടെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛന് ക്യാൻസർ ആണെന്ന് പറയാണ്. അത് കേൾക്കണം ഭൂമിക്ക് ഷോക്ക് ആവാണ്. നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോഴേക്കും ഭൂമി ചോദിക്കട്ടെ, എവിടെയാ ഡോക്ടർ ക്യാൻസർ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ എവിടെയാന്ന് സ്ഥലം പറയുന്നുണ്ട്. അപ്പൊ ഭൂമി ആകെ ഞെട്ടിക്കരയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ പോയിട്ടും ഭൂമിക്ക് പിന്നെ ഒരു സന്തോഷമില്ല. എപ്പോഴും വിഷമത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ അംബികയെടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അവര്. അങ്ങനെ നമ്മുടെ അച്യുതന്റെ പിറന്നാൾ ആവാണ്. പിറന്നാളിനെ എല്ലാവരെയും വിളിച്ച് പിറന്നാൾ ആഘോഷിക്കണമെന്ന് ഭൂമിക്കൊരു ആഗ്രഹം. അങ്ങനെ അവിടുത്തെ അടുത്തുള്ള എല്ലാവരെയും പിറന്നാൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട് പിറന്നാളിന് കേട്ടോ. പിറന്നാൾ സമയത്ത് അച്യുതന്റെ മൂക്കിന്ന് കുറച്ച് ബ്ലഡ് വരുന്നുണ്ട്. ഇത് കണ്ട് അംബിക ആകെ അയ്യോ അച്യുതേട്ടാ മൂക്കിന്ന് ചോര വരുന്നുണ്ട്, ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് ഭൂമിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അമ്മയടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. ഭൂമി പറയണ്ട അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ വേറൊന്നും അല്ലമ്മേ, അച്ഛന് മൂക്ക് എവിടെയോ ചെറുതായിട്ടൊന്ന് മുട്ടി അതാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. പക്ഷെ ഭൂമിക്ക് പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എല്ലാ ദിവസവും ഭൂമിക്ക് ആകെ വിഷമവും ടെൻഷനാണ്. അങ്ങനെ ഭൂമി ഒരു സമയത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജയുടെ പഴയ കാമുകിനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണാൻ സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.